വിദ്യാഭ്യാസം വേണട്ടോ. നിങ്ങളെ മാതിരി 10ാം ക്ലാസ് പഠിച്ചവർക്കൊന്നും ഇപ്പൊ പെണ്ണിട്ടൂല. ഹലോ, ഒരു ബസ് നിറച്ച് പെണ്ണുങ്ങളെ കണ്ടപ്പോ അനക്കും വേണ്ടിയിട്ട് ഞാൻ അതിൽ ചാടിക്കയറി. ആണായിട്ട് ഞാനും ഡ്രൈവറും മാത്രം. എൻ്റെ അടുത്ത് മാത്രം ടിക്കറ്റ് എടുത്ത്. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കുട്ടി എവിടെ എന്തൊക്കെ ഇവിടെ തിന്നാള് ഒന്ന് പറഞ്ഞിട്ടില്ല. നെയ്ച്ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, ചിക്കൻ മന്തി ഉണ്ട്, പൊറാട്ട ഉണ്ട്, ബീഫ് ഉണ്ട്, കറി ഉണ്ട്, ചിക്കൻ കറി. ഒരു 2 പൊറാട്ടയും 1 പ്ലേറ്റ് ഇറച്ചി എടുത്തിട്ട് വേണ്ട വാ, പെട്ടെന്ന് വാ. ഹലോ, എന്താ വർത്തമാനം? ഞാൻ നെൽമ്പൂട്ട് ബ്രോക്കറാണ്, കല്യാണ ബ്രോക്കർ. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ ഒരു പെണ്ണ്, നല്ലൊരു പെണ്ണുണ്ട്, കിളി പോലത്തെ ഒരു പെണ്ണ്. അത് കൊടുത്താൽ നമുക്ക് നല്ല വെളുത്ത പെണ്ണ, നല്ല കുട്ടിയാ. അതാക്കിയാലോ? വിദ്യാഭ്യാസം വേണട്ടോ. നിങ്ങളെ മാതിരി 10ാം ക്ലാസ് പഠിച്ചവർക്കൊന്നും ഇപ്പൊ പെണ്ണിട്ടൂല. ആദ്യത്തെ മാതിരിയല്ലോ ഇപ്പൊ. അതുകൊണ്ട് നല്ല കുട്ടികൾ ചെക്കനാണെങ്കിൽ മാത്രം ഞാൻ പെണ്ണ് കൊടുത്തുതരാം. നല്ല പൊടിവലത്തെ പെണ്ണുണ്ട്, നല്ല വിദ്യാഭ്യാസം ഉണ്ട്. അങ്ങനെ മനസ്സിലാ? എന്താ എൻ്റെ അഭിപ്രായം? ഞാൻ പറയും. പിന്നെ അപ്പുറത്ത് നിലമ്പൂരുണ്ട് വേറൊന്ന്, അത് വേണം എനിക്ക്. അത് ഇതിനെക്കാട്ടും നല്ല പെണ്ണ, നല്ല നല്ല കുട്ടിയാ. ഒരുപാട് ആൾ ചോദിച്ചാ, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കിയിട്ട്. എന്നാലേ പെട്ടെന്ന് നോക്കി വിവരം പറയട്ടാ. ആള് കാത്തിട്ടുണ്ടായിന്. വേറെന്താ? ഹലോ, എന്താ തീരുമാനിച്ചേ? പെട്ടെന്ന് പറയണം. പിന്നെ വേറൊന്നുണ്ട്, പെണ്ണ് കുറച്ച് നൊണ്ടിക്കോട്ടാണ്, പക്ഷെ നല്ല കുട്ടിയാണ്. ഇങ്ങനത്തെ ആവുമ്പോ അതാവുമ്പോ അത് പറ്റുമോ? അത് നോക്കിയാലോ? പിന്നെ ഇങ്ങൾക്കൊക്കെ അത്ര വിദ്യാഭ്യാസം ഇതൊക്കെ ഇവിടുന്ന് ഒരു തീരെ കൾച്ചറല്ല ഇയാൾക്ക്. പെണ്ണിന് ആൾക്കാർ തൊഴിൽ നിൽക്കുകയാണുള്ളത്. അപ്പോഴാണ് എന്താ ഈ കുലകളി കിട്ടിയത് ലാഭം എന്നല്ലാതെ ഒരു ചെറിയ നൊണ്ടല്ലേ ഉള്ളു, വേറൊന്നുമില്ലല്ലോ. വേണോ? വാങ്ങിപ്പോ പറഞ്ഞോ? അത് വേറെ ആൾ കൊണ്ടുപോയാൽ പിന്നെ ഇന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് നല്ല ഹോട്ടലാണ്. ചെക്കന് വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അത് ചുറ്റൊന്നും അർപ്പിക്കാൻ പറ്റൂല. വേറെ പിന്നെ ഏതാ തരേണ്ടി നോക്കട്ടെ. നിങ്ങൾ ഇതിനനുസരിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ച് നൊണ്ടിയാണെങ്കിൽ ഇത് നല്ല കൃത്യമാണ്. ഇത് പറയാമെന്ന് നോക്കണം. ഉറപ്പ് പറയണേ, എനിക്ക് വേറെ ആളെ ചെയ്യിപ്പിക്കാനാണ്. വേറെ ആളും ചോദിച്ചേ. വേറെന്താ?
നമ്മളെന്താ പറയാനാണ്, നമ്മളെന്ത് പറയാനാ, നമ്മള് ഒരു സ്ഥാപനത്തിൽ തന്നെ നമുക്ക് തരാം, ഇഷ്ടം പോലെ ഉണ്ട്. അതും വേണേ നമുക്ക് ആലോചിക്കാം. ഏതാണ് പഞ്ചായത്ത്? ഇരിക്കാ. എന്ത് വെറുപ്പിക്കലാണ്? കുറച്ച് വെള്ളം കൊടുക്കാ. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. ആ പിന്നെ നിങ്ങൾ ആലോചിച്ചിട്ട് പറയട്ടോ. പിന്നെ കുറച്ച് പൈസ അഞ്ചിന്ന് അയക്ക്. അല്ലാതെ ഞാനത് നടന്നിൻ്റെ ചെരുപ്പ് തേയ്യാന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. ബസ്സിനും ഇതിനും പൈസ കൊടുത്ത് കൊടുത്ത് ഞാൻ കുഴങ്ങി. പെട്ടെന്ന് കുറച്ച് പൈസ ഇങ്ങോട്ട് അയക്കണ്ട. ആ ആയിക്കോട്ടെ, എന്നിട്ട് മതി പോലെ. ആ ഞാൻ അപ്പത്തിന് ഇത് കൂടി ഒന്ന് നോക്കിയേക്കട്ടെ. ആ എന്നിട്ട് എന്താണ് പിന്നെ എനിക്ക് തിന്നാനും വയ്യ. ഫോണ് നിർത്തണില്ല. ആകെ കുടുങ്ങി. ഞാൻ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക. പെണ്ണ് ഇഷ്ടംപോലെ വേറെ ഉണ്ട്, ആൾക്കാർ ചോദിച്ചിക്കണേ. അപ്പൊ നമുക്ക് ആ എന്നാ ആലോചിക്കുന്ന തിന്നാനും പെടുന്നില്ല. ഞാൻ ഇപ്പൊ എല്ലാം കൂടി പാകം കുടുങ്ങിയിരിക്കുകയാണ്. പയച്ചിട്ടാണ് വയ്യ. ആ ആയിക്കോട്ടെ. ആ എന്നാ ശരി. ഞാൻ വെക്കട്ടെ. വേറെന്താ? ആ എന്നാ ശരി മോനെ. ആ എന്ത് ബ്രോക്കറാണ് ചടപ്പിച്ചാണ്? എന്തിന്റെ ബ്രോക്കറാണ്? മറ്റുള്ളൊരു ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നുള്ള ആൾക്കാർ ശ്രദ്ധ പോലും ഇല്ലാതെ എന്തിന്റെ ബ്രോക്കറായിട്ടാണ്? ഇതില്ലല്ലോ. എന്തൊരു ചടപ്പ. നിങ്ങൾ വന്ന് കുടുങ്ങി. സത്യം പറ, നമ്മൾ കുടുങ്ങി, വന്ന് കുടുങ്ങി എട്ട്. അപ്പോൾ ഇന്ന കച്ചവടം കൂടി അങ്ങനത്തെ ആൾക്കാർ എനിക്ക് ഭക്ഷണം വേണ്ട, അങ്ങ് കഴിച്ചു. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഹോട്ടലിലുള്ള കച്ചവടം സത്യടാ എമ്മാരി ചടപ്പാലേ. എവിടുന്ന് വന്നതാണ് ഞാൻ വിശപ്പോട്ട് തിന്നു വരാം, അല്ലെങ്കിൽ ഞാൻ തിന്നൂലായിരുന്നു. ഞാൻ നിർത്തിയില്ലേ? ഞാൻ ചടച്ചു പോയി. അങ്ങനെ എന്ത് വൃത്തിയുടെ വർത്താനം അയാൾ പറയുന്നത്. എന്തൊക്കെ കാർപ്പിച്ച് തുപ്പിയിട്ട് ഒരു യാതി എന്തൊക്കെ കാണിക്കണില്ലേ? വെറുപ്പിക്കുന്ന സ്വഭാവം വന്ന് കാക്കുകയാണ് നമുക്ക്. എന്താർക്കറിയാം, കൾച്ചർ ഇല്ലാത്ത ഓരോന്നല്ലേ. പൊതുസ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സുകളിലും ഹോസ്പിറ്റലുകളിലും പരിസരം മറന്നുള്ള ഫോൺ സംഭാഷണവും ശബ്ദ മലിനീകരണവും നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള യാതൊരു പ്രവർത്തനവും ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. അത് സമൂഹത്തിന് നിരക്കാത്തതാണ്.